ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ച രാവിലെ ഏകദേശം ഒരു 7 സമയത്ത് സമയം 7:52 രാവിലെ. ഓക്കെ, ഇന്ന് സ്കൂൾ വർക്കാണ്. ആദ്യമായിട്ടാണ് സ്കൂൾ വർക്ക്. ജൂൺ 2 സ്കൂൾ വർക്കാണ്. ആദ്യമായിട്ടാണ് സ്കൂൾ വർക്കണ ഒരു ദിവസം എൻ്റെ ഓർമ്മയിൽ, മഴയില്ലാത്തൊരു ദിവസമായിട്ട് എൻ്റെ ഓർമ്മയിലുള്ളത്. അല്ലെങ്കിൽ ചീന്ന് മഴ പെയ്തിട്ട് അല്ലേ, ആ ഒരു മഴ പെയ്തിട്ട് അച്ഛൻ്റെ അമ്മയുടെ കൂടെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ ഒക്കെ ഇട്ട് പുത്തൻ ഡ്രസ്സും പുത്തൻ ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെ ഇട്ട് പോണ ഒരു സംഗതി. നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പോയത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ അമ്മയുടെ കൂടെയാണോ, അച്ഛൻ്റെ കൂടെയാണോ, ഏട്ടൻ്റെ കൂടെയാണോ, ചേച്ചിയുടെ കൂടെയാണോ, വല്യമ്മയുടെ കൂടെയാണോ, ചെറിയമ്മയുടെ കൂടെയാണോ, മാമൻ്റെ കൂടെയാണോ, അമ്മയുടെ കൂടെയാണോ, ആരുടെ കൂടെയാണ് നിങ്ങൾ പോയത്? അത് നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെയാണ് പോയത്? അത് നിങ്ങൾ ഒറ്റയ്ക്കാണ് പോയത്? നിങ്ങളുടെ സ്കൂൾ അവിടുന്ന് ഒരുപാട് ദൂരെയായിരുന്നു. എന്തെങ്കിലും ഓർമ്മകളുണ്ടോ സ്കൂളിൽ ഫസ്റ്റ് ദിവസത്തെ അവസ്ഥ? അതായത് നമ്മൾ ഈ അംഗനവാടിയിൽ കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകണ ഒരു അവസ്ഥയല്ലേ? പലരും അംഗനവാടി കഴിഞ്ഞിട്ടായിരിക്കും സ്കൂളിൽ പോയിട്ടുണ്ടായിരിക്കുക അല്ലേ? അല്ലെങ്കിൽ LKG UKG എന്നൊക്കെ ഉണ്ട്. 2K കിഡ്സ് ഒക്കെ പറയുകയാണെങ്കിൽ LKG UKG ഒക്കെ കഴിഞ്ഞിട്ട് അംഗനവാടിയിൽ. അതല്ലാണ്ട് 2K കിഡ്സ് അല്ല, സംഭവം മനസ്സിലായില്ലേ? ഡയറക്റ്റ് സ്കൂളിലേക്ക് പോകുന്ന ആളുകളും സ്കൂളിന് മുമ്പ് എവിടെയൊക്കെ ഇപ്പോൾ അംഗനവാടിയിൽ LKG UKG ഒക്കെ പഠിത്തം കഴിഞ്ഞിട്ട് 1ാം ക്ലാസ്സിൽ പോകുന്ന ആളുകളൊക്കെ. ഞാൻ ഡയറക്റ്റ് 1ാം ക്ലാസ്സിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പം എനിക്ക് ചെറുപ്പത്തിലൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഫസ്റ്റ് ദിവസം സ്കൂളിൽ പോകുമ്പോൾ അപ്പോൾ നമ്മൾ ഭയങ്കര ഷൈ ആയ, നാണം കുണുങ്ങിയായ, ഇൻട്രോവേർട്ടായ ആളായതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരെ ഇങ്ങനെ കാണുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ചുറ്റുള്ള ആളുകളൊക്കെ വളരെ ഈ പളവള മിന്നുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് അന്ന് ഡ്രസ്സിനൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ അവസ്ഥ എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ വലിയ കാശൊന്നുമില്ലല്ലോ. നമ്മൾ ഉള്ളതുകൊണ്ട് അങ്ങനെ റിച്ച് എന്നുള്ളൊരു, അതായത് 10 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ 10,000ൻ്റെ പവർ കാണിക്കുന്ന ടീംസാണ്. അപ്പോൾ അങ്ങനെ ഒരു ലെവലിലാണ് ചുമ്മാ കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരെ കാണുമ്പോഴൊക്കെ ഇത് ഭയങ്കര വിഷയമായിരുന്നത്. ഞാൻ അങ്ങനെ ദാരിദ്ര്യം പറയാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല ഇട്ടത്. ഞാൻ സ്കൂൾ വർക്കാണ് എൻ്റെ കുറച്ച് നൊസ്റ്റാൾജിക്കായ ഒരു സാധനം. ഞാൻ ആലോചിച്ചപ്പോൾ എന്തായാലും നമുക്കൊരു കുഞ്ഞ് യൂട്യൂബ് ചാനലുണ്ടല്ലോ, എന്നാൽ അതിലൂടെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ചുമ്മാ ഒരു രസം. അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മൾ കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ, അതുപോലെ ടീച്ചേഴ്സിനെ കാണുമ്പോൾ ഒന്നാമത്തെ ഈ സ്കൂളിൽ പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പറയും നമ്മുടെ 2ാമത്തെ വീടാണ് സ്കൂൾ എന്നൊക്കെ. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അങ്ങനെ തന്നെ ആയിരുന്നു. 2ാമത്തെ വീടല്ല, 1ാമത്തെ വീട്. എൻ്റെ ഫസ്റ്റ് ഹോം എന്നുള്ള ലെവലിലായിരുന്നു എനിക്ക് സ്കൂളുണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്ന ടൈമിൽ മൊത്തം എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത 2 വർഷം പറഞ്ഞാൽ +1 +2 ആയിരുന്നു. ബാക്കിയുള്ള 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ സ്കൂളിലും, 5 മുതൽ 10 വരെ വേറെ സ്കൂളിലും, +1 +2 വേറെ സ്കൂളിലും, അതിന് കോളേജൊക്കെ വേറെ കോളേജുകളിലും, അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പോൾ എനിക്ക് ഈ 2 വർഷം +1 +2 2 വർഷം ഒഴികെ ബാക്കിയില്ല വർഷങ്ങളും പഠിത്തത്തിൻ്റെ ടൈമും നല്ല രസമായിരുന്നു. അത് എൻ്റെ ഒരു വീട് പോലെ തന്നെയായിരുന്നു സംഭവം. അപ്പോൾ എനിക്കല്ല ഓർമ്മ, ഞാൻ 1ാം ക്ലാസ് പോകുന്ന സമയത്ത് അതായത് നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു സ്കൂളിലാണ് പോകുന്നത്. കുഞ്ഞ സ്കൂളായിരുന്നു. ആ സ്കൂൾ പൂട്ടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മുമ്പ് സമരത്തിന് പോയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത്. അപ്പോൾ അവിടെ 1ാം ക്ലാസ്സിൽ വളരെ കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നല്ല കച്ചറ അടിക്കണ തെക്കന്മാർ ഒക്കെ ഉള്ള ഒരു അവസ്ഥയായത്. ഇവിടെ ചഗ്ഗുകളായിരുന്നു കേട്ടോ. കച്ചറ കാണിക്കണൊക്കെ വരുന്നത് പറഞ്ഞാൽ ഭയങ്കര പേര് പറയുക. അപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ പോയിട്ടുണ്ട് കച്ചറ കാണിക്കാൻ. നിലത്ത് കിടന്ന് 2 ഉരുൾ അലമ്പ് കാണിച്ചിട്ട് ആ സീരിയസ് അടിച്ചെങ്കിൽ അങ്ങനെയുള്ള ടീംസൊക്കെ ഉണ്ടായിരുന്നത്. സ്വത്തുപടി കുത്തുപടികൾ, അതായത് ആരടാ ഞാൻ തല്ലാൻ കാണിച്ചിടാ, അങ്ങോട്ട് വാടാൻ തല്ലും, നോക്കും എന്നെ തൊട്ടാൻ്റെ അച്ഛൻ തല്ലാൻ വരും, ഏറ്റവും വന്ന് പൊട്ടിക്കും, അങ്ങനെയൊക്കെ പറയും പിള്ളേർ. അപ്പോൾ നമ്മളെ അടുത്തല്ല, അത് പരസ്പരം വീരവാദം പറയും അങ്ങനെ. അല്ല പെൺകുട്ടികളാണെങ്കിലും വരുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ട് മുടിയൊക്കെ 2 സൈഡിലേക്ക് ഇങ്ങനെ കൊമ്പിയായിട്ട് കെട്ടിയിട്ട് ഇവിടെ ഒരു മറ്റേ ഇതൊക്കെ ഇട്ടിട്ട് എന്തായാലും പറയുക കൺവെർഷിയുടെ ഇതൊക്കെ പൊട്ടൊക്കെ കുത്തിയിട്ട് അങ്ങനെ നൂണത്തിൽ വാലുകൊട്ടൊക്കെ എഴുതിയിട്ട് ഉള്ള പിള്ളേരൊക്കെ പോക്കിയിട്ട് എന്തെങ്കിലും തിന്നുകൊണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെ കൊമ്മുന്ന് തിന്നിട്ട് വരില്ലേ, അങ്ങനെയുള്ള ടീംസൊക്കെ. ചിലവരിങ്ങനെ ഈ പുള്ളിങ്കുത്തുള്ള പാവാടയൊക്കെ ഇട്ടിട്ട് വല്ല പൂമ്പാറ്റ പെണ്ണുങ്ങൾ വരുന്ന പോലെ കുഞ്ഞ പിള്ളേരൊക്കെ വരുന്നുണ്ടായിരുന്നു. കാണാൻ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ദിവസം അവിടെ പോകുമ്പോൾ തന്നെ ഇപ്പോൾ എന്തെങ്കിലും മിഠായി വന്നിട്ടോ അങ്ങനെ എന്തെങ്കിലും കുറേ പിള്ളേർ കരയണമൊക്കെ ഉണ്ടായിരിക്കും. മിഠായി എന്തെങ്കിലും ടീച്ചർമാർ നമ്മളെ സൂചിപ്പിക്കാനൊക്കെ ശ്രമിക്കും അല്ലേ. അന്ന് രുക്മിണി ടീച്ചറായിരുന്നു ഞങ്ങളുടെ HM എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. രുക്മിണി ടീച്ചർ ശരിക്കും അമ്മേനെ പോലെയാണ്. ഞാൻ മുമ്പ് ചെറുപ്പത്തിലൊക്കെ മത്സരത്തിനൊക്കെ നമ്മളെ കൊണ്ടുവന്ന സമയത്തൊക്കെ ഞാൻ ആദ്യമായിട്ട് ജീരകസോഡ കുടിക്കണത് രുക്മിണി ടീച്ചർ വാങ്ങി തരുമ്പോഴാണ്. ആദ്യമായിട്ട് ജീരകസോഡ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഓർമ്മയുണ്ട്. അതുപോലെ ഇവിടെ മത്സരത്തിന് കഥ പറയാനുള്ള മത്സരത്തിനൊക്കെ പോകുന്ന സമയത്ത് ഈ LPയിലെ കഥ പറയണ മത്സരം ഉണ്ടല്ലോ, കഥ പറയണ മത്സരത്തിന് പോയ സമയത്ത് എനിക്ക്
മറ്റേ ജീരോസ് അപ്പോഴാണ് ജീരോസോട പോയതെന്ന് എൻ്റെ ഓർമ്മ. അന്ന് ജീരോസോട പോയത് ബസ്സിൽ ഇരിക്കുമ്പോൾ ബസ്സിലിരുന്നിട്ടുണ്ടെങ്കിൽ മറ്റേ അതിൻ്റെ ഈ ഒരു സ്മെല്ലും ഒക്കെ ഭയങ്കര വിഷയമാണ്. അപ്പോൾ അതായത് ബസ്സിൽ പോകുക എന്ന് പറയുമ്പോൾ ബസ്സിൻ്റെ ഫ്യൂവൽ ഉണ്ടാവില്ല, ഡീസലിൻ്റെ ഒക്കെ മണമൊക്കെ ഭയങ്കര വിഷയമാണ്. എന്നിട്ട് ടീച്ചറുടെ ബടിയിൽ ഛർദ്ദിച്ചിട്ടുണ്ട്. അപ്പോൾ വേറുള്ളവരോട് ചൂടായിട്ടുണ്ടാവും തോന്നിട്ട്. പക്ഷേ ടീച്ചർ വളരെ ക്ഷമയോടുകൂടി നമ്മളെ സ്റ്റോപ്പിൽ ഇറക്കി അവിടെ ഒരു കുഴൽക്കിണറിന് വെള്ളം എടുത്ത് മുഖമൊക്കെ വൃത്തിയാക്കി ടീച്ചർ സാരിയും ക്ലീൻ ചെയ്ത് കുഴപ്പമില്ല സാരമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ ശരിക്കും ഒരു അമ്മയുടെ ഒരു 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 ആ ഒരു രീതിയിലുള്ള കെയറും ഇതൊക്കെ അവിടെ അങ്ങനെ. എനിക്കിതൊക്കെയാണ് സ്കൂളിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. പണ്ടത്തെ ബാഗുകളിൽ ഏറ്റവും ഹിറ്റായ ബാഗ് സ്കൂബിയുടെ ഒക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. സ്കൂബിയുടെ ചിങ്ങാതി ചകൻ ഉണ്ടോയെന്ന് അറിയില്ല. സ്കൂബിയുടെ ചിങ്ങാതി പറഞ്ഞിട്ട് ഒരു കടന്നലല്ലേ ഉണ്ടായിരുന്നത്, അങ്ങനെ പരസ്യത്തിൽ കയറി വരും, അടിപൊളിയായിരുന്നു അത്. അതേപോലെ തന്നെ ഒരു എനിക്ക് ഇത് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന വേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഒരു UP സ്കൂളിൽ എപ്പോഴും വായിച്ചിട്ടുള്ള ഒരു ബുക്കാണ് നന്ദനാരുടെ ഉണ്ണിക്കുട്ടൻ്റെ ലോകത്തിൽ ഉണ്ണിക്കുട്ടൻ സ്കൂളിലേക്ക് പോകണ ഒരു സംഗതി ഉണ്ടല്ലോ. അത് വായിച്ചിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും. എനിക്കത് ഭയങ്കര നൊസ്റ്റാൾജിക് ഒരു സാധനമായിരുന്നു. അതുപോലെയാണ് നമ്മുടെ നല്ലിട്ട് പറഞ്ഞിരുന്നത്. ഉണ്ണിക്കുട്ടൻ പേടിത്തൊട്ടനായ ഒരുത്തരം. ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ എന്തായാലും ഒരു ബൊമ്മക്കുട്ടി, ഒരു പാവക്കുട്ടി, ഒരു കിളിക്കുട്ടീനെ എന്തോ കൊണ്ടിട്ടുണ്ട്. അതായത് ആ കിളിക്കുട്ടി ഇപ്പോൾ ഏതുപോലെയെന്ന് പറയാം, അത് കണ്ണൊക്കെ ഇങ്ങനെ തിളങ്ങിയിട്ടുള്ള ഒരു കിളിക്കുട്ടി. അത് കാണാൻ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, കുട്ടികൾക്ക് എന്നൊക്കെ. അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ നമുക്കറിയാലോ ഈ കുട്ടികളുടെ ഇടയിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു സാധനം വിചാരിക്കും, നമ്മുടെ കയ്യിൽ കുഞ്ഞൊരു ടോയ് കാറുണ്ട് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ ബോളുണ്ട് വിചാരിക്കാം, അല്ലെങ്കിൽ ഗോട്ടി ഉണ്ട് വിചാരിക്കാം, അല്ലെങ്കിൽ ഈ പമ്പരമൊക്കെ കറക്കൂലേ നമ്മൾ, പമ്പരമരം പറയും, എങ്ങനെ ഇപ്പോൾ അതിന് പറയാം. അതൊരു ചെറിയ കായാണ്. കായയുടെ ബാക്കിൽ ഈ ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ ഉരച്ചിട്ട് ഇങ്ങനെ കറക്കി കിരുന്നൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും രസമാണ്. അതേപോലെ മറ്റേ സോഡക്കുപ്പിയുടെ അടപ്പിൽ അതിങ്ങനെ ചതച്ചിട്ട് 2 ഓട്ട തുളച്ചിട്ട് അതിൽ നൂലിട്ടിട്ട് ഇങ്ങനെയൊക്കെ ഈ ഒരു സാധനം. ഇതൊക്കെ ഭയങ്കര ഇതായിരുന്നു തോന്നുന്നു. ചമ്മു ഇതൊക്കെ കയ്യിലുള്ള ആളുകളുടെ പത്രാസ് ചമ്മു ഇത് വലിയ സബ്വേഡ് ഇവിടെ കയ്യിലുള്ളൊരു അവസ്ഥയായിരുന്നത്. അതേപോലെ തന്നെ ഈ മഷിത്തണ്ട് ഉണ്ടല്ലോ, ഈ ചെറിയ മഷിത്തണ്ട്, ഒരു ലൈറ്റ് ഗ്രീൻ കളറുള്ള മഷിത്തണ്ടും അതേപോലെ ഒരു കട്ടിയുള്ള മഷിത്തണ്ടുമില്ലേ സ്ലേറ്റ് അതങ്ങോട്ടൊക്കെ ഇങ്ങനെ മായ്ക്കൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഒരു അവസ്ഥ. ആദ്യമായിട്ട് നമ്മുടെ സ്ലേറ്റിൽ നമ്മൾ ഈ പെൻസിൽ കൊണ്ട് എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വല്ലാത്തൊരു നൊസ്റ്റാൾജിക് സാധനമായിരുന്നു അല്ലേ. സ്ലേറ്റിൽ ആദ്യത്തെ അക്ഷരങ്ങൾ എഴുതുമ്പോഴൊക്കെ സംഗതി അല്ലേ. എനിക്ക് ഫസ്റ്റ് ദിവസം എന്താ വെച്ചാൽ, അതായത് ഫസ്റ്റ് ദിവസം നമ്മൾ അവിടെ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് അവിടെയുള്ള കൃത്യമായിട്ട് ഓർമ്മയൊന്നുമില്ല, തല്ല് കൂടിയത് ഓർമ്മയുണ്ട്. ഞാനല്ല, അവിടെ തല്ല് നടന്നത് എനിക്ക് ഓർമ്മയുണ്ട്, തല്ല് നടന്നത് കണ്ടതൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ബഹുമാരുടെ കൂടെയാണ്, ഗുണ്ടകളുടെ കൂടെയാണ് ഇനി ജീവിക്കേണ്ടതുള്ള കാര്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നീട് ഇവരൊക്കെ കൂടെ ചഗ്ഗക്കാരിലായി, അത് വേറെ കാര്യം. പക്ഷേ അതൊക്കെയാണ് എനിക്ക് ഫസ്റ്റ് ദിവസത്തെ ഓർമ്മ. കുട്ടികളുടെ കരച്ചിൽ, ബഹളം, ടീച്ചർമാർ എന്നിട്ട് ഈ കരയില്ല കേട്ടോ ഞങ്ങൾ ഇവിടെ ഇല്ലേ എന്നൊക്കെ പറയുന്നത്. അമ്മ പോണ സമയത്ത് അയ്യോ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾ കരച്ചിൽ. അതിൽ ചില ചെക്കന്മാരുണ്ടാവും കരഞ്ഞിട്ടുണ്ട്. അവസാനം ചെക്കന്മാരുടെ അടുത്ത് വന്നിട്ട് പെൺകുട്ടികളുടെ അടുത്ത് വന്നിട്ട് ടീച്ചർമാരിങ്ങനെ പറയും അയ്യോ കരയല്ലേ കേട്ടോ, എന്തിനാ കരയണ്, കുഴപ്പമില്ല കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അവസാനം അവർക്ക് മുട്ടായി കൊടുക്കുന്ന സമയത്ത് അവർ കുഴപ്പമില്ലാത്തുള്ള രീതിയിലൊക്കെ അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. നിങ്ങളുടെ ഫസ്റ്റ് ദിവസത്തെ സ്കൂൾ സംഭവം എന്തായിരുന്നു? പിന്നെ അത് പറഞ്ഞപ്പോഴേട്ടോ, ഞങ്ങളവിടെ ഒരു അംഗനവാടിയുടെ അധീനം പാസ് ചെയ്തിട്ടാണ് സ്കൂളിൽ നിന്ന് പോകണം. അപ്പോൾ അവിടുത്തെ അംഗനവാടി ടീച്ചർ എല്ലാവരോടും ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പോൾ അംഗനവാടിയിൽ മുമ്പത്തെ അംഗനവാടിയിൽ എന്ന് പറഞ്ഞാൽ ഒരു തരം ഉപ്പുമാവാണ്. അപ്പോൾ ഉപ്പുമാവ് ആ ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ് അതിങ്ങനെ, അതായത് ആ പൊടി എന്നിട്ട് ഊതി ഇങ്ങനെ പോകും, അങ്ങനെയുള്ള ഉപ്പുമാവായിരുന്നത്. ഓർമ്മണ്ടോ അറിയില്ല, സാധനം ഗോതമ്പിൻ്റെ ഉപ്പുമാവ് തോന്നുന്നത്. പിന്നീട് അത് അങ്ങനെ പൊടി ഊതിയ പൊടിയുള്ള ഉപ്പുമാവ് അല്ലായിരുന്നു. തുടക്കത്തിൽ അതായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ നമ്മൾ അംഗനവാടി പോയിട്ടില്ലെങ്കിലും അംഗനവാടി പോകുന്ന സുഹൃത്തുക്കളുണ്ടല്ലോ അടുത്ത വീട്ടിലെ പയ്യനൊക്കെ സ്കൂളിൽ അംഗനവാടിയിലൊക്കെ വരുന്നത്. അപ്പോൾ അംഗനവാടി ടീച്ചർ നമ്മുടെയൊക്കെ കമ്പനിയായിരുന്നു എല്ലാവരും. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് അംഗനവാടി ടീച്ചർ സ്കൂളിലേക്ക് പോവുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞാൽ, അംഗനവാടി ടീച്ചർ പഠിപ്പിച്ച കുട്ടികളാണല്ലോ ഭൂരിഭാഗം പേരും തൊട്ടപ്പുറത്ത് സ്കൂളിലേക്ക് പോകണത്. അപ്പോൾ അങ്ങനെ അപ്പോൾ അത് പോകുമ്പോൾ പലരും അംഗനവാടി ടീച്ചറൊക്കെ കാണുക. അപ്പോൾ അംഗനവാടി ടീച്ചർ സ്കൂളിലേക്ക് പോകാടില്ലേ തന്തക്കുട്ടിയായിരിക്കണം കേട്ടോ, ഉടുപ്പ് വന്നായിരുന്നല്ലോ, നല്ല ചന്തമുണ്ടല്ലോ കാണുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് നമ്മളോട് ഭയങ്കര കെയർ ആയിരുന്നു ടീച്ചറൊക്കെ. അത് ആ ടൈമിലും അതിന് ശേഷമൊക്കെ. അപ്പോൾ അങ്ങനെ എന്താ പറയുക അങ്ങനെയായിരുന്നു. അപ്പോൾ ലഡു കിട്ടിയത്, മിഠായി എന്നത്, കൂടുതലുള്ള ആളുകൾ
കുട്ടികളൊക്കെ കരയുന്നത്, വാശി പിടിക്കുന്നത്, കച്ചറ കൂടുന്നത്, അതേപോലെ ടീച്ചർ ഇങ്ങനെ പാട്ടൊക്കെ പാടിത്തരും. അപ്പോൾ കൂടെ ഇങ്ങനെ ഉറക്കുമ്പോൾ പാട്ട് പാടണത് എല്ലാവരും കൂടി, അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. രസമായിരുന്നു. ചെറിയ പ്രായത്തിലെ ഇതെന്ന് പറഞ്ഞപ്പോൾ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് അങ്ങനെ മറക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ നമുക്കെന്തോ പല കാര്യങ്ങളും കൃത്യമായിട്ട് ഓർമ്മയില്ലെങ്കിലും നമ്മുടെ മൈൻഡിൽ അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഒരു ഇമോഷണലായിട്ടുള്ളൊരു സാധനം ഉണ്ടല്ലോ, ഒരു ഫീലിങ്സ് സംഭവം. നിങ്ങൾക്ക് നിങ്ങളുടെ 1ാം ക്ലാസ്സിലെ സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നണ കാര്യങ്ങൾ എന്തായിരുന്നു ഒരു വൈബ്, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു സംഭവം പറ്റിയാണ് നിങ്ങളുടെ കമൻറ്റിലൊക്കെ ഇവിടെ നിന്ന് രേഖപ്പെടുത്തുക. നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു. അപ്പോൾ ഞാൻ പോയി കുളിക്കട്ടെ കേട്ടോ. ഞാൻ കുളിക്കട്ടെ, പെണ്ണിട്ടിട്ടായിരുന്നു.